ഹായ് ഓൾ. ഇന്ന് നിങ്ങൾക്കായിട്ടുള്ള ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാമേ. അപ്പോൾ ഇവിടെ ആദ്യം കാണുന്നത് നിങ്ങളിലേക്ക് ഡിവൈൻ ഒരു പരിശുദ്ധമായൊരു ഹീലിംഗ് എനർജി തരുന്നതായിട്ടാണ് ഇവിടെ ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് കേട്ടോ. ഫസ്റ്റ് കാർഡ് ഇപ്പോൾ അതാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഇമോഷണലി ഒത്തിരി ഡൗൺ ആയിട്ട് സങ്കടപ്പെട്ട് കണ്ണുനീര് അടക്കാൻ പാടുപെടുന്ന ഒരു നിങ്ങളെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ നിങ്ങളിലോട്ട് ഒരു സാന്ത്വനം നൽകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഡിവൈൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ താങ്ങി നിർത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങളെ താങ്ങി നിർത്തി പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങളിലോട്ട് ഈ ഹീലിംഗ് എനർജി തന്നു കഴിഞ്ഞായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു ബിഗ് ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഒരുപക്ഷെ ഒന്നും ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലായിരിക്കും. ഒരു വ്യക്തതയും ഇല്ലാത്തൊരു അവസ്ഥയിൽ നിങ്ങൾ ചുറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കുറേയേറെ നഷ്ടബോധം നഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ ഒരു ഇമോഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി എങ്ങോട്ടാണ്, എന്താണ് മുന്നോട്ട് എന്നുള്ള ഒരു ചിന്തയിൽ നിങ്ങൾ അലമുറയിട്ട് കരയുന്ന കുറേ പേരുടെ എനർജി ഇവിടെ കണക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് പോയവരാരും വേണ്ട. നിങ്ങളെ ഡിവൈൻ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളെ ഡിവൈൻ കൈക്കുമ്പിളിൽ തന്നെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അത് മനസ്സിലാക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ ഡിവൈൻ കൂടെ ഉണ്ട്. അത് 100% ഗ്യാരണ്ടി ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങളോട് പ്രത്യേകം പറയാനൊരു സ്ട്രോങ് മെസ്സേജ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. സമാധാനമായിരിക്കും നിങ്ങൾ കേട്ടോ. പിന്നെ നിങ്ങൾ ഇപ്പോൾ എന്ത് സ്റ്റേജിലോട്ടാണ് വരേണ്ടത് എന്നുള്ള ഗൈഡൻസ് എന്ന് വെച്ചാൽ, നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക. ഈ കിങ്ങിൻ്റെ ഇത് കണ്ടായിരുന്നല്ലോ അല്ലേ, ഈ കിങ്ങിൻ്റെ എനർജിയിലോട്ട് വരാനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എത്ര ബാഡ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നിരുന്നാലും അതിനെ അതിജീവിക്കാനും ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ്, അത് എന്ത് സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഇനി വന്നിരുന്നാലും അതിനെ അതിജീവിക്കാനുള്ള ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ വാല്യൂ സ്വയം നിങ്ങൾ അംഗീകരിക്കുക, മനസ്സിലാക്കുക കേട്ടോ. പിന്നെ മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനുള്ള ഒരു വെറും പാവയല്ല നിങ്ങൾ എന്നുള്ള തിരിച്ചറിവിലോട്ട് നിങ്ങൾ വരണം എന്നിവിടെ ഡിവൈൻ പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും പരിശുദ്ധ മനസ്സുള്ള നിങ്ങളെ ഈ അവസ്ഥയിൽ കാണുന്നത് ഡിവൈൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു സ്ട്രോങ് മെസ്സേജും പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഈ വിഷമത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും ഡിവൈൻ തന്നെയാണ്. കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ശക്തിയാണോ അത് നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. ആ ശക്തി നിങ്ങളുടെ ഒരു പാർട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ ശക്തിയുടെ ഒരു പാർട്ടാണ് നിങ്ങൾ. അത് മനസ്സിലാക്കുക. അപ്പോൾ അത്രയേറെ വേദനയിൽ തന്നെയാണ് നിങ്ങൾ വേദനിക്കുന്നതിൻ്റെ അധികം വേദനയിൽ തന്നെയാണ് ആ ശക്തി ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളത്. അത് മനസ്സിലാക്കുക. പിന്നെ നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളെ കൂടെ തന്നെയുണ്ട് ആ ശക്തി എപ്പോഴും. അത് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ നിങ്ങളെ അങ്ങോട്ടുള്ള യാത്രയിൽ നിങ്ങളെ താങ്ങി നിർത്താൻ ഒരു സ്പിരിച്വൽ പാർട്ട്ണറിനെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മുന്നോട്ടുള്ള പാതയിൽ ഒരു ഗൈഡൻസ് തരാനും നിങ്ങളെ എത്തേണ്ട സ്ഥലത്ത് തന്നെ കൊണ്ടെത്തിക്കുന്നതിന് സഹായിക്കാനും ആ ഒരു വ്യക്തിക്ക് കഴിയുന്നതായിട്ടുള്ളൊരു മെസ്സേജ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങളിലോട്ട് ഒരു ഹീലിംഗ് തരാൻ ഈ വ്യക്തി നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നതായിട്ട് തന്നെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. വളരെ പതുക്കെയാണ് ഈ വ്യക്തി നിങ്ങളിലോട്ട് വരുന്നത് എന്നിവിടെ കാണുന്നുണ്ട്. പിന്നെ അങ്ങനെയാണെങ്കിലും ഈ മാറ്റം നിങ്ങളിലോട്ട് വളരെ വലിയൊരു മാറ്റം തന്നെ ഈ വ്യക്തിക്ക് കൊണ്ടുവരാൻ കഴിയും. അത്രയേറെ പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തിനെയാണ് ഇവിടെ ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങളെ തിടുക്കപ്പെടുകയൊന്നും വേണ്ട. അതുപോലെ നിങ്ങൾ ഇതൊരു ലവ് അഫെയർ ആണ് എന്നുള്ളൊരു ചിന്തയും വേണ്ട. കാരണം ഇത് നിങ്ങളിലോട്ട് നിങ്ങളെ അടിമുടി ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ട്ണറാണ്. അത് സ്പിരിച്വൽ പാർട്ട്ണർ തന്നെയാണ്. അതൊരു സ്ട്രോങ് മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ്. എന്ത് മാറ്റമാണോ നിങ്ങളിലോട്ട് വരുത്താനുള്ളത് അത് ആ ചേഞ്ച് നന്നായിട്ട് അറിയാവുന്നുള്ളൊരു വ്യക്തി തന്നെയാണ് എന്നിവിടെ സ്ട്രോങ് മെസ്സേജ് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്ര വളരെ പതുക്കെയാണെങ്കിലും നിങ്ങളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വിശ്വസിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ചേറെ പേര് ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതായത് ഹെൽത്ത് വൈസ് ആയിട്ട് കുറേയേറെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് പേര് റെസ്റ്റിലാണെന്ന് കാണുന്നുണ്ട്. പ്ലാസ്റ്ററൊക്കെ ഇട്ടിരിക്കുന്ന ഒരു സ്റ്റേജിലൊക്കെ ഉള്ളവരെ കാണാൻ പറ്റുന്നുണ്ട്.
നിങ്ങൾ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു സങ്കടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൂടെ ഡിവൈൻ ഉണ്ട്. നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് വളരെ പെട്ടെന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓപ്നോ മാക്സിമം ടൈം മാക്സിമം നമ്പർ ഓഫ് ടൈംസ് നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ റിക്കവറായി വരുന്നതാണ്. 100% ഗ്യാരണ്ടി ഞാൻ തന്നെ പറയുകയാണ്. പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ മാനഹാനിയും ധനനഷ്ടവും ഒക്കെ ഉള്ളവരുടെ എനർജി ഇവിടെ ധാരാളം കണക്റ്റായിട്ട് വരുന്നുണ്ട്. പോയതിനെ കുറിച്ചൊന്നും നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട, ഒക്കെ ശരിയായിട്ട് വരും. ഇനി നിങ്ങൾ മുന്നോട്ട് എങ്ങനെയാണ് എന്നുള്ളത് മാത്രം ചിന്തിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്കൊരു പുതിയ അവസരം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതൊരു സ്പിരിച്വൽ ഗ്രോത്ത് ആയിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ ഓഫർ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഡിവൈൻ തന്നെയാണ് തരുന്നത്. അത് ഒരു ഡിവൈൻ എനർജിയുമായിട്ട് കണക്റ്റ് ആകുന്ന രീതിയിലുള്ള ഒരു പഠനമാണ് നിങ്ങളിലോട്ട് വരുന്നത് കേട്ടോ. മേ ബി അതൊരു റേക്കി ഹീലിംഗ് ആകാം, പ്രാണിക് ഹീലിംഗ് ആകാം, ചക്ര ഹീലിങ്ങോ അല്ലെങ്കിൽ പിന്നെ ടാരോ കാർഡ് റീഡിങ്ങോ, അങ്ങനെ എന്ത് വേണോ ആകാം. അത് ഈവൻ മെഡിറ്റേഷൻ പോലും ആകാം. അങ്ങനെ നിങ്ങൾ ഈ ഡിവൈൻ എനർജിയുമായിട്ട് കണക്റ്റ് ആകത്തക്ക രീതിയിലുള്ള ഒരു വലിയ മഹത്തായിട്ടുള്ളൊരു ഗ്രേറ്റ് ആയിട്ടുള്ള ഡിവൈൻ എനർജി നിങ്ങളിലോട്ട് തരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അത് ഡിവൈൻ നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിട്ട് ഏൽപ്പിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ. നോക്കൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റുന്ന നിങ്ങൾ എത്ര അറ്റം പറ്റിയിരുന്നാലും നിങ്ങൾ ഉയർന്നു വരാനുള്ള ഒരു ഇന്നർ സ്ട്രെങ്ത് ഉള്ളവരായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അതുപോലെ ഒരു കാര്യം ഇവിടെ മനസ്സിലാവുന്നത്, നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഈ ലോകത്തുള്ളൂ എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അത്ര പവർഫുൾ ആണ് നിങ്ങൾ കേട്ടോ. എല്ലാത്തിനും ഒരു ചെറു പുഞ്ചിരിയോടെ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന, എത്ര പെയിൻ കിട്ടിയിരുന്നാലും നിങ്ങൾ അവിടെ അതെല്ലാം ഒരു പെയിനോടുകൂടി നിങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു മെൻറ്റാലിറ്റി ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അത്ര പ്യുവറായിട്ടുള്ള സോളാണ് നിങ്ങൾ. മക്കളെ, ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, നമുക്കിവിടെ 10 കാർഡ് എടുത്തിട്ടുള്ളത് ഇവിടെ എല്ലാം ഡിവൈൻ്റെ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ എല്ലാം യെല്ലോ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ ഇവിടെ എല്ലാം നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് ഞാൻ തരുവാണ്. അത്രയേറെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഡിവൈൻ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ, ഇവിടെ ഒരു ക്യൂവിനെ കാണുന്നുണ്ടോ നിങ്ങളൊരു സ്വസ്ഥമായിട്ടൊരു പ്ലേസിൽ ഇത്രയും നാളത്തെ ഇതെല്ലാം നിങ്ങളതിന് മാറിപ്പോയി. നിങ്ങൾ ഇരിക്കാനുള്ള സ്ഥാനം എവിടാണോ അവിടെ തന്നെ ഡിവൈൻ നിങ്ങളെ കൊണ്ടെത്തിക്കും കേട്ടോ. ആ ഒരു പ്ലേസിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ നിങ്ങളെ സഹായിക്കാൻ പറ്റുക അവരെയൊക്കെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ സ്പിരിച്വൽ വർക്കിലൂടെ ഒരുപാട് അബണ്ടൻസ് നിങ്ങളോട്ട് ഡിവൈൻ തരും, ഉറപ്പിച്ചോട്ടാ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സോൾ കോൺട്രാക്റ്റ് എടുത്ത് വന്നിട്ടുള്ള എല്ലാവരെയും നിങ്ങൾക്ക് ഇവിടെ സഹായിക്കാൻ പറ്റുന്ന ഒരു എനർജിയിലോട്ട് നിങ്ങൾ എത്തിച്ചേരും. പിന്നെ അതുപോലെ അവർക്ക് ഹീലിംഗ് പ്രൊവൈഡ് ചെയ്യാനും പറ്റും. നിങ്ങൾ ഇപ്പോൾ സോൾ പർപ്പസിലോട്ട് തന്നെയാണ് നിങ്ങൾ നയിക്കപ്പെട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഡിവൈൻ ഇത്രയേറെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും മറ്റൊന്നിനും കണക്ട് ചെയ്യിക്കാതെ ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതും. ജോലിയൊക്കെ പോയവരുടെയൊക്കെ എനർജി ഇവിടെ ധാരാളം കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഒറ്റപ്പെടൽ നിങ്ങൾക്ക് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ് നിങ്ങളെ ഈ പവിത്രമായ ഒരു ഡിവൈൻ സോൾ പർപ്പസിലോട്ട് നിങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഡിവൈൻ പ്രോസസ്സിനെ വിശ്വസിക്കുക. ഇത് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. ഡിവൈൻ പ്രോസസ്സുകളെല്ലാം സമയമെടുക്കുന്ന പ്രോസസ്സാണ്. ആ സമയത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഹീലിംഗ് ഒക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്യുക. അത് എങ്കിൽ മാത്രമേ നിങ്ങൾ എത്രത്തോളം ഹീൽ ചെയ്ത് പ്യുവർ സോളായിട്ട് മാറുന്നു അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇതിലോട്ട് കണക്റ്റ് ആകും. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ യുണീക്കാണ് കേട്ടോ. ഡിവൈൻ്റെ ഒരു അംശമാണ്, അതൊരിക്കലും മറക്കാതിരിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ റെമഡി ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഡെയിലി യൂണിവേഴ്സിനും മണിക്കും 1 to 8 ടൈംസ് പറയുക. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളെയും, അതുപോലെ തന്നെ ഓരോ വ്യക്തികളെയും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള അതും അതുപോലെ തന്നെ ഇപ്പോൾ കൂടെ ഉള്ളവരുമായിട്ടുള്ള എല്ലാവരോടും നന്ദിയും പറയുക. അതുപോലെ തന്നെ അവരോട് ക്ഷമ കൊടുത്ത് അവരെ വിട്ടയക്കുക, എന്ന് വെച്ചാൽ മനസ്സിൽ നിന്ന് വിട്ടയക്കുക. പിന്നെ അവരെക്കുറിച്ചോ ആ സാഹചര്യത്തെക്കുറിച്ചോ നിങ്ങൾ മനസ്സിൽ ആലോചിക്കുമ്പോൾ നിങ്ങൾക്കൊരു പെയിനോ ദേഷ്യമോ ഒരു ഇമോഷൻ നിങ്ങൾക്ക് വരാൻ പാടില്ല. അപ്പോഴാണ് നമ്മുടെ മനസ്സിലാവുന്നത് നമ്മുടെ ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്നുള്ളത്.
പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെ ഉണ്ടോ അത് ഈവൻ 1 രൂപയ്ക്ക് പോലും നിങ്ങൾ എടുക്കുന്ന ഒരു ശ്വാസത്തിന് പോലും നിങ്ങൾ നന്ദി പറയുക കേട്ടോ. അത് വലിയൊരു നിങ്ങൾക്ക് വലിയൊരു ചേഞ്ച് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ്. പിന്നെ ഹീലിംഗ് പ്രോസസ്സ് ചെയ്യുക, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെ തളർത്തുന്ന വേദനകൾ എന്തൊക്കെയാണോ അത് നിങ്ങൾ എഴുതുക. ഒന്നുകിലും നിങ്ങൾക്ക് നന്നായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി മാക്സിമം അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ യൂണിവേഴ്സിന് ലെറ്റർ എഴുതുക. എത്ര പേജ് വേണമെങ്കിലും എഴുതി 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 നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ഫുൾ ഇമോഷൻസും അതിലോട്ട് കൊണ്ടുവരിക. ശേഷം കത്തിക്കുക. എന്നിട്ടത് യൂണിവേഴ്സിനോട്ട് അങ്ങ് സറണ്ടർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അത് കൊണ്ട് നടക്കരുത്. നിങ്ങൾ ഈ എനർജിയിലോട്ട് എത്രയും പെട്ടെന്ന് കണക്റ്റ് ആകാനുള്ള ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞത്. ഇത് ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. നിങ്ങൾ ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ ഞാൻ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുമുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നന്ദിയും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ്. ലവ് യു ഓൾ. താങ്ക് യു.